എല്ലാവർക്കും നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറെ നാളിന് ശേഷമാണ് നമ്മളുടെ കൂടെ ലൂസ് ടോക്ക് അവതരിപ്പിക്കുന്നത്. അതെ അതെ, ഷാജി സാർ ഇല്ല ഇന്ന്, വ്യക്തിപരമായ തിരക്കുകൾക്ക് പോയി. അപ്പോ യാത്ര പോയതുകൊണ്ടാണ്. അതെ അതെ അതെ, അപ്പൊ നമ്മുടെ തലയിലേക്ക് ആ ഉത്തരവാദിത്തം വന്നു ഭവിച്ചു. എന്തായാലും ചേട്ടാ, ശബരിമലയാണ് ഇപ്പൊ ട്രെൻഡിങ് ഒരു ടോപ്പിക്കായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ചർച്ച ചെയ്യുന്ന വിഷയം അതല്ലെങ്കിൽ പോലും ശബരിമല വിഷയം ഇപ്പോഴും കത്തിനിൽക്കുക തന്നെ. അതെ അതെ അതെ, വളരെ നിർണായകമായ ഞെട്ടിക്കുന്ന ഒരു അറസ്റ്റ് നടന്നു. തന്ത്രി അറസ്റ്റിലാവുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പൊ ജയിലിൽ നിന്ന് ആശുപത്രി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമാണ് അപ്രതീക്ഷിതമായി അറസ്റ്റായി പോയി എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും മാത്രമല്ല, ഇതിന് മുൻപൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതിന് ശേഷം തന്ത്രി എന്തായാലും പിടിയിലാകും. കാരണം തന്ത്രി അറിയാതെ ഒന്നും സന്നിധാനത്ത് ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. വീട്ടിലെ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തുന്നുണ്ട്. എന്തായാലും പോറ്റിയും തന്ത്രിയും തമ്മിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ഒരു വർഷങ്ങളായുള്ള സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹം തന്നെയാണ് ശബരിമലയിലേക്ക് പോറ്റിയെ കൈപിടിച്ച് കയറ്റിയത് എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ സ്പോൺസർഷിപ്പ് പരിപാടികളും പോറ്റിയുടെ കയ്യിലൂടെയാണ് വന്നത്. അത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് നടന്നത്. പരിപാടിയെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇതിന് കണക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്പോൺസർ കുറെ പൈസ കൊണ്ട് കൊടുക്കുന്നു, അയാളുടെ അടുത്ത് പറയുന്നത് ശരിയാണ്, ഓക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. പടിപൂജ നടത്താൻ 10,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5,000 കാണുകയുള്ളൂ. 5 പറയുന്നതിന്റെ പോക്കറ്റിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലെയുള്ള എല്ലാത്തിനും പൈസ അടിക്കാൻ നിൽക്കുന്ന ആളുണ്ടെങ്കിൽ അവരതൊക്കെ ചെയ്യുമായിരിക്കാം. നമുക്ക് എന്തൊരു വിഷമകരമായ അവസരം. നമ്മൾ ലോകത്ത് ഒരു ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ ആർക്ക് ഏത് മതത്തിൽപ്പെട്ടവരും ചെല്ലാം, പ്രത്യേകിച്ച് താഴവൻ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെ ഇത്തരത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വ്യാപ്തിയും അതിന്റെ ആഴവും എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഞെട്ടിക്കുന്നതാണ്. പക്ഷേ CPM-കാർ ഇപ്പോൾ ഒരു ക്യാപ്സ്യൂൾ അടക്കുന്നുണ്ട്. ചേട്ടൻ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അതായത് പോറ്റിയും തന്ത്രിയും ഒക്കെ ചേർന്നുള്ളൊരു ഗ്യാങ് നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ള മാത്രമാണിത്. അതിൽ സർക്കാരിനോ മന്ത്രിക്കോ പങ്കില്ല. പക്ഷെ പത്മകുമാരനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുമില്ല. പത്മകുമാർ മാത്രമല്ല, വാസുണ്ട്. അവരെ ഒന്നും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. അതാണ് അവർ പറയുന്നത്. എന്തായാലും കേസൊക്കെ നടക്കട്ടെ, വിധി വന്നതിന് ശേഷം ഞങ്ങൾ ആലോചിക്കാം എന്നാണ്. അപ്പോഴും പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിൽ അറസ്റ്റുകൾ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന സിനിമയുടെ ടീസർ പുറത്തിറങ്ങുന്നത്. ഒരുപാട് പണം ചെലവായെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് യശ് എന്ന് പറയുന്ന കന്നഡ നടന്റെ ജീവിതത്തിൽ അദ്ദേഹം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിലേറ്റവും കൂടുതൽ നമ്മൾ ഒരുപാട്, ഞാൻ യശിന്റെ ഒരു ആരാധികയാണ്. അപ്പൊ കാത്തിരുന്ന സിനിമ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഈ ടീസറിൽ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ടീച്ചർ കണ്ടവർക്ക് അറിയാമായിരിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗീതു മോഹൻദാസ് ആയതുകൊണ്ടാണ് വിവാദം ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം, വാദിക്കുന്ന ആളാണ്. ഈ കസബ സിനിമയുടെ പശ്ചാത്തലത്തിലൊരു വിവാദം ഉണ്ടായിരുന്നു. കസബ സിനിമയിൽ അതിൽ രാജൻ സക്കറി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് മമ്മൂട്ടി ചെയ്തത്. മമ്മൂട്ടി അതിൽ വളരെ അരഗന്റായ, സ്ത്രീകളെ ഒരു ബഹുമാനവും ഇല്ലാത്ത അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ബെൽറ്റ് പിടിച്ച് വലിച്ച് അടുപ്പിച്ച് ഒരു 2-3 ഡയലോഗ് പറഞ്ഞ സീനുണ്ട്. അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ്, സ്ത്രീ വിരുദ്ധനായ ഒരാൾക്ക് പിന്നെ എങ്ങനത്തെ ഡയലോഗുകളാണ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത്. ആരാധകർ ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അതൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉള്ളതാണ്. അപ്പം അന്ന് അതിനെ പേരെടുത്ത് വിമർശിച്ച ഗീതു മോഹൻദാസ് ഇന്ന് ടീസറൊക്കെ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഒരു പുരുഷനെ മാത്രം സെൻറ്ററായിട്ടുള്ളൊരു ചിത്രം ഉണ്ടാക്കുന്നു. അതിൽ വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്ന ചിത്രങ്ങളാണെന്ന് പറഞ്ഞൊരു വിവാദമുണ്ട്. അതിൻ്റെയൊക്കെ മറുപടി ഗീതു മോഹൻദാസ് പറയുന്നുണ്ട്. ഞാൻ സമൂഹം മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ കൺസെന്റിനെ കുറിച്ചും സ്ത്രീകളുടെ രീതികളെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ ഞാനിവിടെ കൂളായി എൻജോയ് ചെയ്യുകയാണ് എന്നാണ് മറുപടിയായി കൊടുത്തത്. ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സോ കോൾഡ് പുരോഗമന ചിന്താധികാരം ഇത്തരത്തിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാര്യം പറയുമ്പോൾ ഒരു ന്യായവും, വേറെ വല്ലവരും ചെയ്യുകയാണെങ്കിൽ വേറെ ന്യായമാണ്. അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ബൗദ്ധിക ഒരു ഹാലോ ഒക്കെ ഉള്ള സ്ത്രീകൾ പലരും, എല്ലാവരും അല്ല, പലരെ സംബന്ധിച്ച് പ്രശ്നമുണ്ട്. നിലപാടുകൾ അവർ ഇരട്ടത്താപ്പുകളാണ്. നമ്മളത് ഏറ്റവും കൊടുക്കുന്നത് ഈ ഭാഗ്യലക്ഷ്മിയുമായി ബന്ധപ്പെട്ടാണ്. ഭാഗ്യലക്ഷ്മിയുടെ സംസ്ഥാന അവാർഡിൽ 2-3 പീഡന കേസിലെ പ്രതിയായി വേടന് അവാർഡ് കൊടുത്തതിനെ ന്യായീകരിക്കുകയും തൊട്ടടുത്ത സമയം വരുന്ന സമയത്ത് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടതിന് ശേഷം
അതിൽ നിലപാടെടുത്തത് വ്യത്യസ്തമായാണ്. അപ്പം വേടന് അംഗീകാരം കൊടുക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. വേടൻ തന്നെ കഞ്ചാവ് കേസിലെ പ്രതിയാണ് താനെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുകയും രീതിയിലാണുള്ളത്. അപ്പൊ ഈ ഇരട്ടത്താപ്പുകളെ ചോദ്യം ചെയ്യും പൊതുസമൂഹം. പക്ഷെ പൊതുവിൽ ഈ സമൂഹം ഒരു സ്ത്രീവിരുദ്ധ സമൂഹം തന്നെയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള എന്താ പറയാ സാമൂഹികമായി സ്ത്രീയും പുരുഷനും തുല്യരായിരിക്കണം എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ള ആളുകളും കൂടി വേണം. അത്തരത്തിലുള്ള തിരുത്തലും വേണം. പക്ഷെ അവിടെയാണ് ഈ തിരുത്തൽവാദികൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഇരട്ടത്താപ്പുള്ളവർ നമ്മുടെ അദ്ദേഹം വിജയ് ബാബു പ്രൊഡ്യൂസർ ആക്ടർ അദ്ദേഹം അതിനെക്കുറിച്ച് കമന്റ് ഇട്ടിട്ടുണ്ട്, ഇരട്ടത്താപ്പുകാരെ കുറിച്ച്. അപ്പൊ അത് എന്ത് ചെയ്യപ്പെടുന്നു വെച്ചാൽ നമ്മൾ പറയുന്ന ആശയത്തിന്റെ അതിന്റെ എന്താ പറയുക നിഷ്കളങ്കത അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് മനസ്സിൽ മറ്റൊരു മൂഢസ്വർഗം വരുന്നിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും പൊതുവിൽ ചോദിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇറാനാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെ കേരളത്തിലെ ഇടത് പുരോഗമനവാദികൾ ആരും തന്നെ സംസാരിക്കാതെ പോയൊരു വിഷയമാണ് ഇറാൻ. ചേട്ടാ നമുക്കറിയാം ഫലസ്തീനെ കുറിച്ച്, ഫലസ്തീനിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിച്ച കരയുന്ന ആളുകൾ. പക്ഷെ ഇവരൊന്നും തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു കൊലയെ കുറിച്ചോ അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്ന ഖമനേയി വിരുദ്ധ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഏതാണ്ട് 100 പേരിലധികം 100-200 കൊല്ലപ്പെടുന്ന പറയുന്നത്. പക്ഷേ അവരെ കണക്കനുസരിച്ച് 50 പേരോ 21 പേര് മാത്രം സർക്കാരിന്റെ കണക്ക്. ചില വിദേശ ഏജൻസികൾ 51 പേര് കൊല്ലപ്പെട്ടു. അതായത് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ തൊഴിലില്ലായ്മയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പണപ്പെരുപ്പത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. ആ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് മടുത്തു. അവർക്ക് ഭക്ഷണം മേടിക്കാൻ നിവൃത്തിയില്ല. അവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം ചേട്ടാ. അതായത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള ഇന്ത്യ പോലെ രാജ്യങ്ങളെല്ലാം വാങ്ങുന്ന എണ്ണ നിക്ഷേപമുള്ള, അതായത് ചോക്കുമലിൽ ഇരിക്കുന്നവൻ ചോക്ക് തേടിപ്പോയി എന്ന് പറയുന്നത് പോലെയാണ് എണ്ണ നിക്ഷേപമുള്ളൊരു രാഷ്ട്രമാണ് ഇറാൻ. അവർക്ക് അതുകൊണ്ട് വളരാമായിരുന്നു. അവർക്ക് കുറച്ചുകൂടി ലിബറൽ ആയിരുന്നു അവരുടെ സാമൂഹിക വ്യവസ്ഥയെങ്കിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആ നാട്ടിലേക്ക് വരുമായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ല, ഉപരോധം മാത്രമൊന്നുമല്ല. ഉപരോധമൊക്കെ വന്നത് ഇറാന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ലാതെ അമേരിക്കയുടെ തലയിൽ മാത്രം ഇത് കൊണ്ടുവെക്കുന്നതിനോട് ഞാൻ വ്യക്തിപരമായി വിയോജിക്കുകയാണ്. അപ്പൊ ഇതിന്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്കയിൽ ഇറാന്റെ കൈവശമുള്ള പല വിമാനങ്ങളും പറത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്പെയർ പാർട്ട് അമേരിക്ക എന്നാണ് വരേണ്ടത്. ബോയിങ് ആണെങ്കിൽ എയർബസ് ആണെങ്കിൽ എയർബസ് ഫ്രാൻസ് ആണ്. ബോയിങ് വിമാനങ്ങളൊന്നും പറത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. മാത്രമല്ല ഇവർക്ക് തന്നെ ഇന്ധനക്ഷാമം ഉണ്ടായ ചരിത്രമുണ്ട്. അതായത് ഇറാൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രധാനമായും ഈ എണ്ണ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു രാജ്യത്തിന് ഇൻകം ജനറേഷൻ നടന്നുകൊണ്ടേയിരിക്കണം. ഇല്ലാത്ത ഘട്ടത്തിൽ വലിയ കടത്തിലേക്കും പണപ്പെരുപ്പത്തിലേക്കും കാര്യങ്ങളെ കൊണ്ടുപോകും. ഇറാൻ നിക്ഷേപം നടത്തുന്നത് പ്രധാനമായും പ്രോക്സികളെ തീറ്റിപ്പോറ്റാനാണ്. പ്രോക്സി തീവ്രവാദ സംഘങ്ങളെ, ഹിസ്ബുള്ള, ഹൂതികളെ, ഹമാസ് പോലെയുള്ള ഇസ്രായേൽ വിരുദ്ധ തീവ്രവാദ കൂട്ടങ്ങൾക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കുകയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട പണികൾ. ജൂതവിരുദ്ധത, അതായത് അവർക്ക് ജൂതവിരുദ്ധമായുള്ള കാര്യങ്ങളിൽ അവർ നിക്ഷേപം നടത്തും. പിന്നെ ഒന്ന്, ജനങ്ങളുടെ നാട്ടിലെ പട്ടിണി കിടന്ന ആളുകൾ ചത്തൊടുങ്ങിയാലും സാരമില്ല, ഞങ്ങൾക്ക് അണുബോംബ് വേണം എന്നുള്ളതാണ് അവർ. കോടിക്കണക്കിന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അത് നമ്മൾ ഇപ്പോൾ വിട്ടിരുന്നിട്ട് ഒരു ന്യൂക്ലിയർ ഫാക്ടറി തുടങ്ങുക അങ്ങനെയല്ല. വർഷങ്ങളായുള്ള ഇറാന്റെ പദ്ധതിയാണ് അത്. പക്ഷെ എന്ത് ചെയ്തു? ഞൊടിയിടയിൽ ഇസ്രായേൽ മാത്രമല്ല, ഇത് ഇറാനിലെ മലനിരകളിലാണ് ഇവർ പലപ്പോഴും വളരെ നമ്മൾ ചെന്നെത്താൻ ബുദ്ധിമുട്ടുള്ള മലനിരകൾ അടിവശം തുറന്നൊക്കെയാണ് അവിടെ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇട്ടിട്ടാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇത് തകർക്കുന്ന ഒരു സാഹചര്യം. 12 ദിവസം കൊണ്ടാണ് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം ഉണ്ടായിരുന്ന ആണവ നിലയങ്ങൾ തകർക്കുന്നത്. എന്തിനാണ് തകർത്തതിന് കാരണമുണ്ട്. കാര്യം ഇറാന് ആണവ സമ്പുഷ്ടീകരണം നടത്താൻ അവർക്ക് അനുമതിയില്ല. അവർക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതിയില്ല. ആണവ സമ്പുഷ്ടീകരണം നടത്താം, അത് മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട്, സമാധാന ആവശ്യങ്ങൾക്കായി. പക്ഷേ അത് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള ആണവ ബോംബ് നിർമ്മാണം അല്ലെങ്കിൽ ആണവ ഉപകരണ നിർമ്മാണങ്ങൾക്ക് ഇവർക്ക് അംഗീകാരമില്ല. ഈ അംഗീകാരമില്ലാതെ ഇരുന്ന ഘട്ടത്തിലാണ് ഇറാൻ എന്ത് ചെയ്യുന്നത്? ഈ അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടന്ന് ആണവ ബോംബുകൾ ഉണ്ടാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിയത്. സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും, സ്വാഭാവികമായി യുദ്ധം ചെയ്യും. കാരണം ഇത് ബോംബ് ഉണ്ടാക്കിയാൽ ഏറ്റവും വലിയ ഭീതി അത് വളരെ കുഞ്ഞൻ രാഷ്ട്രമായി ഇസ്രായേലിനെ തീർക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. ഈ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് അവർ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇവർ നടത്തി. ഇതാണ് രണ്ടാമത്തെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയായി വന്നത്. പിന്നെ മൂന്നാമത്തതും സ്വാഭാവികമായ ഒരു കാര്യം നമുക്കറിയാം, അവിടെ ഇസ്ലാമിക ശരീഅത്ത് ഭരണമാണ്. ഖൊമേനി ആയിരുന്നു ആദ്യത്തെ മത ഭരണകൂടം നിലനിർത്തി പോകുന്ന ആള്, അയത്തുള്ള ഖൊമേനി. ഇപ്പൊ ഖമനേയി ആണ് രണ്ടാമത്തെ ഖമനേയി.
രണ്ടാമത്തെ ഭരണാധികാരിയാണ്. ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ കെട്ടിപ്പൂട്ടിയിടുക, സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, പൂർണ്ണമായും അർത്ഥത്തിൽ ശരിയത്തെ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പോവുക. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രത്തിലേക്ക് ഒരു രാജ്യങ്ങളും ഒരു ബിസിനസ്സുകാരും ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വകാര്യ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടിപ്പോകും, ആളുകൾക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥ വരും, പൂർണ്ണമായും അർത്ഥത്തിൽ പണപ്പെരുപ്പം ഉണ്ടാകും, ഭക്ഷണക്ഷാമം ഉണ്ടാകും. അങ്ങനെയുള്ള വസ്തുക്കളുണ്ട്. സ്വാഭാവികമായി അതിനൊപ്പം തന്നെ അമേരിക്കയെ പോലുള്ള നിരവധി രാഷ്ട്രങ്ങൾ ഇറാന് ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യം. അങ്ങനെ ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇറാന്റെ ഇപ്പോഴത്തെ പതനത്തിന് കാരണം. പക്ഷേ തങ്ങൾ പതനത്തിലാണെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇറാൻ. കൂടാതെ അവിടെ ഛബ്ബർ തുറമുഖം നമ്മളാണ് ഡെവലപ്പ് ചെയ്ത് അത് നന്നായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇനി എത്രത്തോളം കാലം കാണും എന്നുള്ളത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചേരിയ രാജ്യം, നമ്മുടെ രാഷ്ട്രങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. അതുകൊണ്ട് ഇറാൻ വരെ നമുക്ക് അത്ര മോശം ബന്ധമൊന്നും ആയിരുന്നില്ല. ഈ മതഭരണം ഇവിടെ വന്നപ്പോഴും ഇറാനിലെ ഷാ ആയിരുന്നപ്പോഴും എല്ലാം നമുക്ക് വളരെ നല്ല ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് എത്രത്തോളം കാലം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് സ്വാഭാവിക ഒരു സംശയം ഇവിടെ വരുന്നു. തീർച്ചയായിട്ടും. അതായത് ഒന്ന് നയതന്ത്രപരമായി ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പോളിസി. നമുക്ക് പണ്ടത്തെ പോലെ ഏതെങ്കിലും ചേരിയിൽ ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യേണ്ട രീതികളൊന്നുമില്ല. ഇന്ത്യക്ക് എന്താണോ ഫേവറബിൾ ആയിട്ടുള്ള രീതി അതിനൊപ്പം തന്നെ പോകാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. കാരണം ഖമനേയി ഭരണകൂടത്തിന് അന്ത്യം സംഭവിക്കാൻ പോകുന്നു. ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്നുള്ളതാണ്. സ്വേച്ഛാധിപത്യത്തിന് മരണം. അത് തെരുവിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകൾ അവർ കെട്ടിടങ്ങൾക്ക് തീവെച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. ഇറാന്റെ പതാക, അതായത് ഇറാന്റെ ഈ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഉണ്ടായ ഇറാന്റെ പതാക കീറി എറിഞ്ഞ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമുണ്ട്. അവർ ഉയർത്തിപ്പിടിക്കുന്ന കൊടി എന്ന് പറയുന്നത് ഷാ ഭരണകൂടത്തിന്റെ സമയത്തുണ്ടായിരുന്ന ഇറാന്റെ ഭരണകൂടമാണ്. പഹ്ലവി ഭരണം തിരിച്ചു വരുമെന്നാണ് അല്ലേ? അതെ അതെ. ചില സ്ത്രീകൾ സിഗരറ്റ് കത്തിച്ചതിന് ശേഷം ഈ നമ്മുടെ ഖമനേയിയുടെ പടം കത്തിക്കുന്നതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇറാനിലെ ഷാ ഭരണകൂടകാലം 79 വരെയായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ പിതാവ്, ഇന്നത്തെ റേസ പഹ്ലവി എന്ന് ഇവരെല്ലാവരും വരൂ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു മുഹമ്മദ് പഹ്ലവി. ഇറാനിലെ ഷാ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ പക്ഷേ രാജഭരണമാണെങ്കിലും സമാധാനമുള്ള ജനാധിപത്യപരമായ ഭരണമായിരുന്നു. ഒരു 79 മുമ്പുള്ള യൂട്യൂബിൽ കേട്ട വിഷ്വൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അവിടുത്തെ ആൾ ഭയങ്കര ഫാഷണബിളായി നടക്കുന്ന വളരെ അങ്ങ് ഏറ്റവും പുരോഗമിച്ച രാജ്യമാണ്, സമ്പന്നമായ രാജ്യമായിരുന്നേ. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്ന ഇഷ്ടമുള്ള ഇറാനിയൻ സിനിമ. ഇന്നും നമ്മൾ വളരെ ലോക സിനിമയിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചിരുന്ന ഇറാനിയൻ സിനിമ. എന്നാൽ സിനിമയുടെ അവിടെ അനവധി ഉണ്ടോ എന്നതിന് സംശയമാണ്. മാത്രമല്ല ഇത് ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന രീതി. നിസ്സാര കുറ്റം ചെയ്താൽ പോലും വധശിക്ഷ. ഈ വധശിക്ഷ കൊണ്ടുചെല്ലുന്നു, അപ്പൊ തന്നെ ഈ ജഡ്ജി ശിക്ഷ വിധിക്കുന്നു, ഇവനെ കൊണ്ട് ശിക്ഷിക്കുന്നു. അല്ല, ശരിയത്തെ നിയമത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ശിക്ഷയ്ക്ക് ഒരു രീതിയുണ്ട്. തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ ഇയാളെ കൊണ്ടുപോയിട്ട് തൂക്കമരത്തിലല്ല തൂക്കിക്കൊല്ലുന്നത്, ക്രെയിനിൽ കെട്ടി തൂക്കുക എന്നുള്ളതാണ്. അത് ആളെ മുഴുവൻ വിളിച്ചു കൂട്ടുന്നു. ഒരാളെ കൊല്ലാൻ പോകാണെന്ന് പറയുന്നു, ആളെല്ലാം കൂടിയിരിക്കുന്നു, ആർപ്പുള്ളിയോട് വരുന്നു, ഇയാളെ ക്രെയിനിൽ കെട്ടി കുറേശ്ശെ കൊല്ലുകയാണ്. അപ്പൊ ആ ഇഞ്ചിഞ്ചായ നമ്മൾ കൊല്ലുക എന്ന് പറയില്ലേ, ഇത് ഭയങ്കര ഭീകരമായ ഭരണമാണ് നടക്കുന്നത്. അവിടെ ഭീകരമായ ഭരണമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എന്തിനാണ് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്? മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ രീതി, അതിനൊക്കെ ശേഷം സ്വാതന്ത്ര്യത്തോടുള്ള ജീവിതം. അതുകൊണ്ടാണ് യൂറോപ്യൻ നേഷൻസിലേക്ക് ധാരാളമായ ആളുകൾ കുടിയേറുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ കേരളം കുറച്ചുകൂടി മികച്ച അന്തരീക്ഷമുള്ളതാണ്, എന്നിട്ടും ഇവിടുന്ന് പോകുന്നതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അതുകൂടിയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മോറൽ പോലീസിംഗ് ഒക്കെ ഈ നാട്ടിലുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി ബെറ്ററാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റാത്ത, വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റാത്ത, ചെറുപ്രായത്തിൽ തന്നെ ബാലികാ വിവാഹങ്ങൾ ഒരു പെൺകുട്ടി അവളുടെ ആദ്യ ആർത്തവം ആകുന്ന ഘട്ടത്തിൽ തന്നെ അവളെ വിറ്റിട്ട് വാങ്ങുക, വിൽക്കുക, അടിമക്കച്ചവടം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിക്ക് അപ്പുറമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഇറാന്റെ വിഷ്വലുകൾ എന്ന് പറയുന്നത് ടെഹ്റാൻ പോലുള്ള നഗരങ്ങളിൽ നിന്നായിരിക്കും. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ വികസനം ഉണ്ടായിട്ടുണ്ടാവാം, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇറാന്റെ പ്രാന്തപ്രദേശങ്ങൾ, ഇറാന്റെ ഗ്രാമങ്ങളിൽ നടക്കുന്ന അനീതി, അക്രമം, അത് താലിബാനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ പലയിടങ്ങളിലും വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യം. അതാണ് എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിക ഭരണകൂടം അധികാരത്തിൽ കയറിയതിനു ശേഷം ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിത രീതി അപ്പാടെ മാറിപ്പോയി. സ്വാഭാവികമായും മടുത്തത്. ഇത് ആദ്യമായൊന്നും അല്ല ഇറാനിൽ ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. 2009 മഹസാമിനിയെ മത പോലീസ് കൊന്നതിന് ശേഷം വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം, സമത്വം,
സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള കലാപങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇറാൻ കാലാകാലങ്ങളായി പ്രക്ഷോഭങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇറാനിലെ ഒരു സർവകലാശാല ഒരു പെൺകുട്ടി അവിടുത്തെ വിദ്യാർത്ഥി അർദ്ധനഗ്നയായി പ്രതിഷേധം രേഖപ്പെടുത്തി അവിടെ അതിഭീകരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അത് വലിച്ചഴക്കാണ്, റോഡിൽ കൂടെ വലിച്ചഴച്ച് ഈ പെൺകുട്ടിയെ നേരെ കൊണ്ടുപോകുന്നത് ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലാണ്. പക്ഷേ ലോകത്തെ മനുഷ്യാവകാശ സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് ഇക്കാര്യത്തിനെതിരെ ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി വിട്ടുകൊടുക്കേണ്ടത് കൊന്നുകളയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ നിരവധി ആളുകൾ, അതുപോലെ തന്നെ വ്യാപകമായ റേപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ഇറാനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇറാൻ ഒരു മത രാജ്യമാണ്. ആ മതരാജ്യത്തിലൊക്കെ ലൈംഗിക കുറ്റകൃത്യങ്ങളില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കുട്ടികളെ വളർത്താൻ വേണ്ടി സ്ത്രീകൾ ഈ വേശ്യാവൃത്തിക്ക് പോകുന്നൊരു നാടുകൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അതിഭീകരമാണ് ഇറാന്റെ അവസ്ഥ. അത്തരമൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചെന്നപ്പോഴേക്കും ഇറാന്റെ ജീവിത രീതി മടുത്ത് ആ നഗരം നരകമായ സാഹചര്യത്തിൽ ആളുകൾ പുറത്തുമുട്ടി രംഗത്തിറങ്ങിയാണ്. എന്തായാലും ചാകും, പട്ടിണിയിറന്ന് ചാവുന്നതിലും നല്ലതാണ് സമരം ചെയ്തിട്ട് മരിക്കുക എന്നൊരു രീതിയിലേക്ക് ആ ജനങ്ങൾ എത്തിയത്. ഇപ്പോൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലേക്ക് എത്തുന്നത്. എന്താണ് രാജ്മോഹൻ ചേട്ടാ, ഖമനേയി നാട് വിടുമോ? ഖമനയെ കുറിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നൊരു വാർത്ത, ഇയാൾ റഷ്യയിലേക്ക് നാടുവിടാൻ പദ്ധതി ഇടുന്നു എന്നാണ്. റഷ്യയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇയാളെ ഏറ്റവും വിശ്വസ്തര കുടുംബാംഗങ്ങളെ 20 പേരെ മറ്റുണ്ട്, അവരെ കൂട്ടി വിമാനത്തിൽ രക്ഷപ്പെടുക. പരമാവധി സ്വത്ത് ഈ കൈക്കലേക്ക് വെച്ച് ഇയാളെ അതൊക്കെ ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കി ഇഷ്ടംപോലെ പൈസ പിരിച്ചു വെച്ചിട്ടുണ്ട് ഈ പല നേതാക്കന്മാരെ പോലെ. ഈ പൈസ കൊണ്ട് റഷ്യയിൽ പോയാൽ മറ്റേ സിറിയയിലെ അസദിനെ പോലെ ഇയാൾക്ക് അവിടെ പോയി വലിയ വീടൊക്കെ വാങ്ങി ആഡംബരത്തോടെ ജീവിക്കാം. പക്ഷേ ഈ കുറേ അനുയായികൾ നാട്ടുകാരെ നല്ല ഉള്ളൂ എന്നുള്ള ഉറപ്പാണ്. പക്ഷേ എങ്കിൽ പോലും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. പക്ഷേ ഈ വാർത്തയ്ക്ക് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അമേരിക്ക ഒരുപക്ഷെ കർശന ഇടപെടും. അമേരിക്കയ്ക്ക് ലോകത്തില്ലാത്തവർക്കുള്ള സംവിധാനങ്ങളുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ട്രംപ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും ജനങ്ങൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അമേരിക്ക ഇറങ്ങുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അമേരിക്ക എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അമേരിക്ക തീർച്ചയായിട്ടും ഒരു അധിനിവേശ ശക്തിയാണ്, ലോക പോലീസാണ്, എണ്ണ നിക്ഷേപങ്ങളിൽ കണ്ണുണ്ട്. പക്ഷേ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുന്നത്, ഭൂരിപക്ഷം ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഇടങ്ങളിലാണ് ക്രമസമാധാന പാലനത്തിനായി അമേരിക്ക ഇറങ്ങാറുള്ളത്. കളിയാക്കിയാലും വരേണ്ടി വരും. നോക്കൂ രാജീവ്, എനിക്കൊരു ഉറപ്പായുള്ളൊരു കാര്യമുണ്ട്. ഖമനേയി ഭരണകൂടം അന്ത്യത്തിലേക്ക് എത്തുന്ന കാര്യം ഉറപ്പാണ്. അധികം നാളുകളില്ല, അവർ തീർച്ചയായും വീഴുകയും ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ അത് സംഭവിച്ചാൽ ഇവിടെ ആദ്യം ഫ്ലെക്സ് ബോർഡ് പഠിച്ചുകൊണ്ട് ഇറങ്ങാൻ പോകുന്ന കമ്പികളായിരിക്കും. അധിനിവേശം, ഇറാനിൽ അധിനിവേശം, സാമ്രാജ്യത്വം അധിനിവേശം പ്രശ്നങ്ങളിലാവുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഹമാസിന്റെ നേതാവ് പാകിസ്ഥാനിൽ വന്നെടുത്ത് ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാസ് എടുക്കാൻ വന്നത്. ഇതേ ഹമാസിന് വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ കൊടി പിടിക്കുകയും മെഴുകി എത്തിക്കുകയും ചെയ്യണം നമ്മൾ ഓർത്തോളം. അല്ല, അവർക്ക് രാജ്യസ്നേഹമല്ലല്ലോ ഉള്ളത്, അവർക്ക് അതിർത്തികൾക്കപ്പുറമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം സ്നേഹമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തായാലും ഇറാൻ കടന്നു പോകുന്ന സാമൂഹിക അന്തരീക്ഷം അത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. പട്ടിണി കൊണ്ട് പരിവട്ടം കാണുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഏറ്റവും അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ആകെയുള്ളൊരു എന്താ പറയുക കച്ചിത്തുരുമ്പ്. അത് ഇനി ജീവിക്കാനെങ്കിൽ ഇതെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കൃത്യമായുള്ള ഇൻഫർമേഷൻസ് വന്നിരുന്നു. അതായത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ റഷ്യയെ ലക്ഷ്യമാക്കി യുദ്ധ അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട വിമാനങ്ങളെല്ലാം തന്നെ ഇറാനിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് വെനസ്വേലയെ പോലെ, വെനസ്വേലയിലെ ഏകാധിപതി മഡുറോയെ പൂച്ചനെ ചാക്കിലാക്കുന്ന പോലെ ആക്കിക്കൊണ്ടുപോയതിനെ പോലെ സമാനമായി ഖമനേയി എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മഡുറോയെ പിടിച്ചുകൊണ്ടുപോയ നാട്ടിൽ സന്തോഷമായി. ഇവിടെ മാത്രം നമ്മുടെ സഹാക്കൾക്ക് മാത്രം വിഷമമാണ്. അമേരിക്ക കടന്നേറ്റം നടത്തി വേളം വയ്ക്കുകയാണ്. പക്ഷേ ഒരു പക്ഷേ ഒരു രാത്രി അവർ ടെഹ്റാനിലേക്ക് കടന്നു കയറി ഈ ഖമനയെ പിടിച്ചോണ്ട് എന്ത് ചെയ്യും? ഖമനയെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഖമനയെ ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു മറുപടി, ഈ തെരുവിലിറങ്ങിയിട്ടുള്ള പ്രക്ഷോഭരെല്ലാം തന്നെ വിദേശ ഫണ്ട് സ്വീകരിച്ച് തെരുവിലിറങ്ങുന്ന ആളുകളാണ്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് അടിച്ചമർത്താൻ. അത് അവിടുത്തെ പെഷസ്ക്യാൻ എന്ന് പറഞ്ഞൊരു പാവ പ്രസിഡന്റ് ഉണ്ട്. പെഷസ്ക്യാൻ പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിലവിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ്. പക്ഷെ ഖമനേയി ഭരണകൂടത്തോട് പറഞ്ഞിട്ടുള്ളത് അല്പം ഒരു പാശ്ചാത്യ ചായവുള്ള ആളാണ്, അറിയാതെ പ്രസിഡന്റ് ആക്കി പോയതാണ്. പക്ഷേ ഈ ഖമനേയി ഇന്നലെ വളരെ രസകരമായ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് സ്ഥാനപ്രശ്നമാക്കുക. അത് എങ്ങനെയെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ലോകത്ത് ഇങ്ങനെ ഇത്തരത്തിലുള്ള നമുക്കിവിടെ നികുതി ഇല്ലാത്തൊരു കാര്യമാണ് ആഗ്രഹം, പ്രത്യേകിച്ച് ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് എത്ര നടക്കാത്ത ശ്രീനിവാസൻ പറയില്ല, എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നമാണ്. അതെ,
എന്നിട്ട് ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് അവരെല്ലാവരും. ട്രംപ് തുണയണ്ട ഇങ്ങോട്ട് വാന്നുള്ളതാണ്. പക്ഷെ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ ആ രാജ്യം കാണില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കൃത്യമായി വെനസ്വേലയിൽ ചെയ്ത പോലെ ആ നേതാവിനെ മാത്രം പൊക്കിയെടുത്തോണ്ട് പോകാനുള്ള സംവിധാനമൊക്കെ അവർക്കുണ്ട്. ആരെല്ലാം പിടിച്ചിട്ടുണ്ട്, ബിൻ ലാദനെ ഉൾപ്പെടെയുള്ളവരെ പിടികൂടി. അതുകൊണ്ട് അതൊക്കെ സാധിക്കും. പക്ഷേ ബില്ലാദിന് വേണ്ടി കവിത എഴുതിയ ആൾക്കാരുണ്ട്. ബില്ലാദിന് വേണ്ടിയും സദാം ഹുസൈന് വേണ്ടിയും ഹ്യൂഗോ ഷാവേഴ്സിന് വേണ്ടിയും ചെഗുവേരയ്ക്ക് വേണ്ടി, അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊന്ന് തള്ളിയിട്ടുള്ള തീവ്രവാദികളെ പണ്ട് ആളുകൾക്ക് വേണ്ടി കവിത ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് പ്രസംഗിക്കുമ്പോൾ ഇവര് പറയുന്നതാണ്, കിഴക്കൻ ജർമ്മനിയിലേക്ക് നോക്കൂ, അവിടെ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ റുമേനിയയിലേക്ക് നോക്കൂ, ചൗഷസ്ക്യൂ. അവസാനം നാട്ടുകാർ തല്ലിക്കൊന്നപ്പോൾ കഥ അറിയണം. ഈ ചൗഷസ്ക്യൂ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ടോയ്ലറ്റിലാണ് ഉപയോഗിച്ചിരുന്നത്, അയാളുടെ ഭാര്യയും നടത്തിയത് ഓർത്ത്. കിഴക്കൻ ജർമ്മനി മതില് നാട്ടുകാർ ഇറങ്ങി ഇടിച്ചു പൊടിച്ച് ദൂരെ 2 ജർമ്മനി ഒന്നായി. അതുപോലെ പോളണ്ടിന്റെ കാര്യം മിണ്ടി പോരെന്ന് അതിന് പറയണ്ട. അതായത് ലോകത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണകൂടം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ പ്രതിഷേധങ്ങളും എതിർശബ്ദങ്ങളും ഉണ്ടാവും. നമ്മൾ പണ്ടൊക്കെ ഈ പറയപ്പെടുന്ന, അതായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ സൈദ്ധാന്തികർ, ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിയുള്ള ആളുകൾ എഴുതുന്ന കടിച്ചാൽ പൊട്ടാത്ത മലയാള ഭാഷയിലുള്ള വാചകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ പൊന്നു വിളയുന്ന ഭൂമിയാണെന്നാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എന്തായാലും നടക്കില്ല. ഇതിന്റെ മറ്റു വശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക്. സോവിയറ്റ് യൂണിയൻ ഒരു കാലത്ത്, സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് ഇവിടെ നമ്മൾ CPI നേതാക്കളെ സോവിയറ്റ് യൂണിയൻ കൊണ്ടുപോകും പഠനത്തിനും അതിനൊക്കെ കൊണ്ടു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്തുക്കളുടെ നാട്ടിൽ ഒരാൾ, അദ്ദേഹം റഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം എല്ലാവരും ആവശ്യത്തോടെ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ കണ്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ടെന്ന് അച്ഛപ്പോഴും പറയാമായിരുന്നു, ഇത് താമസിയാതെ രാജ്യം തീർന്നുള്ള ലക്ഷണമാണ്. കാരണം ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നവരെ ഒരു പരിധിക്കപ്പുറം കൊണ്ട് കാണിക്കില്ല. അവരുടെ ഡെവലപ്മെന്റ് എല്ലാം കൊണ്ട് കാണിക്കും, ഇത് കാർഷിക സംസ്കാരമൊക്കെ കാണിക്കും. പക്ഷെ അതിനപ്പുറം ഭീകരാവസ്ഥയായിരുന്നു. അവസാനം ഗോർബച്ചേവ് എന്ന ഒരാൾ ഇറങ്ങേണ്ടി വന്നു പൊളിച്ചെടുക്കാൻ. അതുപോലെ ഈ ഇറാൻ ജനങ്ങളായിരുന്നു ആലോചിച്ച് നോക്കും, എത്ര യുദ്ധങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധം എത്ര കാലം നീണ്ടുന്നത്? എനിക്കൊന്ന് 18 വർഷം 8 വർഷം ഒരുപാട് വർഷങ്ങൾ നീണ്ടു. സത്യത്തിൽ അവിടെ നിന്നാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇറാൻ ഇറാഖിനോടും നടത്തിയ യുദ്ധത്തിൽ എനിക്ക് തോന്നുന്നത് അന്ന് കൊല്ലപ്പെട്ടത് 3 ലക്ഷം വരുന്ന ജനങ്ങളും 5 ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഓരോരോ ഘട്ടങ്ങളിലായി തോന്നുകയാണല്ലോ, അതായത് ഖമനയ്ക്കും ഖൊമേനിക്കും തോന്നുകയാണ് ഇവരെ കീഴടക്കണം, ഇത് ഏറ്റെടുക്കണം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാജ്യം, സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകും, ഇറാൻ ഒരു മതരാഷ്ട്രമാണ്, അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ പറയുന്നു. അപ്പോൾ പിന്നെ മതരാഷ്ട്രമായ ഗൾഫ് കൺട്രീസിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളിൽ എങ്ങനെയാണ് വികസനം ഉണ്ടാകുന്നതെന്ന് നോക്കൂ. അവിടെയൊക്കെ എണ്ണ നിക്ഷേപം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല സൗദി അറേബ്യ പോലുള്ള എല്ലാ രാഷ്ട്രങ്ങളും മതത്തെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുവരാറില്ല. അവര് പൊതുവെ വികസനമുഖമായ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഇളവുകൾ വരുന്ന മാത്രമല്ല കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ, അതാണ് ഏറ്റവും പ്രധാനം. സ്വകാര്യ നിക്ഷേപങ്ങൾ ഒരു രാജ്യത്തേക്ക് വന്നാൽ മാത്രമാണ് ആ രാജ്യം ഡെവലപ്പ് ചെയ്യുള്ളൂ, വികസിക്കുകയുള്ളൂ. അത് ഇവർക്ക് കൃത്യമായി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ എണ്ണ ഇതര വിപണി അല്ലെങ്കിൽ എണ്ണ ഇതര പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരിപ്പോൾ വിനോദത്തെയും ടൂറിസത്തെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവർ വന്നിട്ടുണ്ട്. അവരൊക്കെ മതത്തെ ഒരു പരിധിക്കപ്പുറം ഈ വികസന പ്രവർത്തനങ്ങളോ രാജ്യകാര്യങ്ങളോ ഇടപെടുത്തുന്നില്ല. കുറച്ചു കാലം മുമ്പ് കെ മോഹൻദാസ് IAS, നമ്മുടെ മലയാളി IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറി ആയിരുന്നു. ഈ ചബ്ബർ തുറമുഖത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരിക്കലും അവിടെ കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറി അവിടെ പോകേണ്ടി വന്നു. അദ്ദേഹം ടെഹ്റാനിലെത്തി. ടെഹ്റാനിൽ നിന്ന് അവരുടെ വിമാനത്തിലാണ് ഈ ചബ്ബർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ ഭയന്നു പോകുന്ന രീതിയിലാണ് ആ വിമാനത്തിൻ്റെ യാത്ര. കാരണം എന്നോ ഉള്ള വിമാനമാണ് ഇതുവരെ കയ്യിരിക്കുന്നത്. ഇതിന് കൃത്യമായ സ്പെയർ പാർട്സ് ഒന്നും ഇല്ലാതെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇത്തരം വിമാനങ്ങൾ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ യാതൊരു തരത്തിലുമുള്ള വികസനം ഇപ്പോൾ അവിടെ എത്തുന്നില്ല. ജനങ്ങൾ ദുരിതത്തിലാണ്, പൈസയില്ല, കടകൾ മുഴുവൻ പൂട്ടിയിട്ടു, ആളുകൾ ജീവിക്കേണ്ട എങ്ങനെയെങ്കിലും. അതുകൊണ്ട് അവസാനം ഗതികെട്ട് അവർ തെരുവിലിറങ്ങി. പക്ഷേ ഇസ്രായേലും അമേരിക്കയും എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരെ പിന്തുണയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ അവിടെ തിരിച്ചു വരും. അവിടെ ജനങ്ങൾ അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്തായാലും അവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ ഇറാൻ്റെ ജനങ്ങൾക്കൊപ്പം ഐക്യദാർഢ്യമാണ്. നമുക്കിങ്ങനെ നാട്ടിൽ ഈ പറയപ്പെടുന്ന കമ്മി ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ എഴുത്ത് കുത്തുകളിലൊന്നും നിങ്ങൾക്കിതൊന്നും കാണാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നോക്കുക, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതാണല്ലേ സാധാരണക്കാരെ ജനങ്ങൾ തെരുവിലാണ്, അവർക്ക് ജീവിക്കണം. അവർ നിരന്തരമായി അവർ ആക്രമിക്കപ്പെടുകയാണ്. മരിച്ചവർ എത്ര കുട്ടികളുണ്ടെന്നറിയാമോ? നിരന്തരമായ ഭീകരമായ ആക്രമണം. അതായത് നമ്മളൊരു നാട്ടിൽ, നമ്മുടെ നാട്ടിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു, അതിന് നേരെ പോലീസ് നിറയൊഴിക്കുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുകയാണെങ്കിൽ എത്തരത്തിലായിരിക്കും നമ്മുടെ നാട്ടിൽ പ്രതിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതാണ് അത്തരത്തിലേക്ക് കാര്യങ്ങളെ പോവുകയും ജനാധിപത്യ സമരങ്ങളെ ഭരണകൂടം അടിച്ചമർത്തേണ്ടത് ഈ രീതിയിലല്ല എന്ന് തന്നെയാണ് ഇറാനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ആരും എഴുതാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.
ഏതായാലും നമുക്ക് ഇറാന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം ഇറാന്റെ ജനങ്ങൾക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അവിടുത്തെ ഈ മതഭരണകൂടത്തെ എത്രയും വേഗം അവിടെ നിന്ന് പുറത്താക്കി അവിടെ വീണ്ടും ഒരു എന്താണ് ജനങ്ങൾ സാധാരണക്കാരെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നത് അത് വലിയ താമസമില്ലാതെ സംഭവിക്കുന്നതിന് കരുതുന്നത്. കാരണം എല്ലാ കാലത്തും എല്ലാവരും പറ്റിക്കാൻ കഴിയില്ല, എല്ലാവരും ഒന്ന് ഒരു ചൊല്ലുണ്ട്. അതുപോലെ കുറേ വർഷങ്ങളായി ഇവർ ഈ വൃത്തിയുടെ മുഴുവൻ കാണിച്ച് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അടിമകളെക്കാളും ഗതികെട്ട രീതിയിലാണ് അവർ ജനങ്ങളെ കാണുന്നത്. അത്രയും പുച്ഛത്തോടെയാണ് ജനങ്ങളെ കാണുന്നത്. ആ ഒരു അവസ്ഥ മാറാൻ ഈ ദിവസങ്ങൾ നടക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭം, പ്രത്യേകിച്ച് റേസ പലവി വരെയാണെങ്കിൽ അതിൻ്റെ ഒരു മൊത്തം അതിൻ്റെ രീതി തന്നെ മാറുമെന്ന്, ഇറാൻ അതിൻ്റെ സുവർണ്ണകാലത്തേക്ക് തന്നെ തിരിച്ചു പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമസ്കാരം.